അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീടിന്റെ പ്രത്യേകത എന്തെന്നാൽ ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ എക്സ്റ്റീരിയറും അതിലേറെ മനോഹരമായ രീതിയിലാണ് ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഒറ്റ നോട്ടത്തിൽ ഏതൊരാളും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഈ വീടിന്റെ ഡിസൈൻ ഒക്കെ വരുന്നത്. അപ്പൊ ഈ വീട് ആരതാന്നല്ലേ, നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് അത്താണിപ്പടിയിലുള്ള ഷെരീഫ് ഷെറീന ദമ്പതികളുടെ വീടാണ് കേട്ടോ. വളരെ പുതുമയാർന്ന ഡിസൈനിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടത് നിങ്ങൾക്ക്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. വീടിന്റെ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് തന്നെ മെയിൻ ഗേറ്റിനോട് ചേർന്ന് നമ്മുടെ കോമ്പൗണ്ട് വാളിലായിട്ട് ഇവിടെ ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട്. വീടിനോട് മാച്ച് ആയിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ മെയിൻ ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ കാഴ്ചകൾ കാണുന്നതിന് മുന്നായിട്ട് ഇവിടെ പുറമേയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ. നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഗാർഡൻ സ്പേസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ നാച്ചുറൽ ഗ്രാസ് വെച്ചിട്ടും കൂടാതെ കോമ്പൗണ്ട് വാളൊക്കെ വന്നിട്ടില്ലേ നമ്മുടെ വീടിനോട് മാച്ച് ആയ രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാളിനോട് ചേർന്ന് തന്നെ ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നല്ല ഭംഗിയിൽ വരുന്ന പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. നമ്മുടെ കോമ്പൗണ്ട് വാളൊക്കെ ഒരു ഇൻഡിഗോ ആൻഡ് ഗ്രേ കളർ തീമിലാണ് കേട്ടോ വരുന്നത്. അതിനിടക്കായിട്ട് ഇതുപോലെ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കോമ്പൗണ്ട് വാളെന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ആ ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇതിന് നേരെ മറുവശത്ത് ഈ കാണുന്ന ഏരിയയിലും ഇതുപോലെ നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ഓരോരോ ഗാർഡൻ സ്പേസ് കൊടുത്തിട്ട് അവിടെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ടുള്ള ഒത്തിരി ചെടികൾ കൂടാതെ വേറെ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട്ഡോർ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഗസീബോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സിമ്പിൾ ആയിട്ട് സ്ലോ പ്രൂഫ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ രാത്രിയിലെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഷോ ലൈറ്റ്സും മറ്റു ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 4 ഭാഗത്തായിട്ടും GI പൈപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് താഴ്ഭാഗത്തായിട്ട്. അതിൽ ബേസിൽ ഗ്രാനൈറ്റും കൂടാതെ മറ്റു ഭാഗത്തായിട്ട് നോക്കിയാൽ ടൈലും ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യത്തിലേറെ മുറ്റം വരുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 സെന്റ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ നല്ല ഭംഗിയിൽ ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഷോവാളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്ലാഡിംഗ് സ്റ്റൈലാണ് കേട്ടാ. അതിന് ബോർഡറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളർ പെയിന്റും കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോയാണ് കേട്ടോ ആ ഭാഗത്ത് വരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ വോളിന് 2 വശത്തായിട്ട് വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ട് കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ആ ഒരു ഭാഗം വന്നിട്ട്. നമ്മുടെ ഇവിടെ മൊത്തത്തിൽ ഒരു വൈറ്റ് ഗ്രേ ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിനെ വളരെ ഭംഗിയാക്കി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലൊരു സ്ക്വയർ ടൈപ്പിലൊക്കെ വരുന്ന ഒരു വോൾ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
അതേ വലിപ്പത്തിൽ തന്നെ അതിന് ഫ്രണ്ടിലായിട്ട് വലിയൊരു ഗാർഡൻ സ്പേസ് കൊടുത്തിട്ട് അതിൽ നല്ല ഭംഗിയിൽ പെബിൾസും കൂടാതെ 3 നല്ല രസത്തിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൂടാതെ സ്റ്റെപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിലായിട്ട് ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ വലതുവശത്തായിട്ട് സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടാണ് കേട്ടോ കാർപോച്ച് വരുന്നത്. വീടിന് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് കേട്ടോ ഈ കാർപോച്ചും ചെയ്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ കണ്ട ആ ഒരു ക്ലാഡിംഗ് ടൈലില്ലേ, അതാണ് കേട്ടോ നമ്മുടെ കാർപോച്ചിന്റെ ഷോവാളിലായിട്ടും കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ കാർപോച്ചിന്റെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ സിമെന്റ് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സും കൂടാതെ വോളിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന്റെ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടാലോ? നമ്മുടെ ഈ വീടിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ 1, 2 ലൈറ്റ്സ് ഒന്നല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്. പല തരത്തിൽ വരുന്ന ഒത്തിരി ഷോ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ വീടിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അറിയാം. അപ്പൊ എങ്ങനെയുണ്ട് ഈ നൈറ്റ് വ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണേ. ഇനി നമ്മൾ ഇതേ സിറ്റ് ഔട്ടിലേക്ക് വരാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇത്. വീടിന്റെ എക്സ്റ്റീരിയറിന് ലുക്ക് കിട്ടുന്ന തരത്തിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഡോറിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് സിമെന്റ് ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ വാളിൽ കണ്ട ആ ഒരു ടെക്സ്ചർ പെയിന്റ് ഇല്ലേ, ആ ഒരു സെയിം ടെക്സ്ചർ പെയിന്റ് തന്നെയാണ് കേട്ടോ ഇവിടെ സീലിംഗിലായിട്ടും കൊടുത്തിട്ടുള്ളത്. ആ സീലിംഗ് ആണെങ്കിലോ നമ്മുടെ കാർപോച്ചിൽക്കും ഡയറക്റ്റ് ആയിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ നല്ല ഭംഗിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കാർപോച്ചിന്റെ ഷോ വാളിലും കൂടാതെ വീടിന്റെ ആ ഒരു ഷോ വാളിലൊക്കെ കണ്ട ആ ഒരു സെയിം ക്ലാഡിംഗ് ടൈലാണ് കേട്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ആ വാളിലായിട്ട് തന്നെ 3 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ വാളിന്റെ 2 വശത്തായിട്ട് നോക്കിയാലും നല്ല ഭംഗിയിൽ തന്നെ വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ആ ഒരു ഡിസൈനിങ്. അതിലൂടെ പുറത്തേക്കുള്ള ആ ഒരു വ്യൂവും വന്നിട്ട് അടിപൊളിയാണേ. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു തരം മാർബണേറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഒരു ഊഞ്ഞാലാണ് കേട്ടോ വരുന്നത്. ഫാമിലി ഊഞ്ഞാലാണേ. ഇനി ഇവിടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ വുഡിന്റെ സിംഗിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡോർ തന്നെയാണ്. ഡോറിന്റെ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു ഹാൻഡിലും വരുന്നുണ്ട്. ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ഒരു അറബിക് കാലിഗ്രാഫി കൊടുത്തിട്ടുണ്ട്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ കണ്ടില്ലെങ്കിൽ അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറിയാലോ? എക്സ്റ്റീരിയർ ലുക്കിനൊക്കെ വെല്ലുന്ന തരത്തിൽ നിങ്ങളുടെ കണ്ടു തള്ളുന്ന കാഴ്ചയാണ് കേട്ടോ അകത്തുള്ളത്. അപ്പൊ മിസ്സാക്കാൻ നിൽക്കണ്ട, ഞങ്ങളുടെ കൂടെ തന്നെ കയറിപ്പോയി. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴേ വലതുവശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത്. ഡൈനിങ് ഏരിയ കൂടാതെ ആ ഒരു വശത്തായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പേസിലായിട്ടാണെങ്കിലോ ഒരു വാട്ടർഫോൾസും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെ വരാം. നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ മെയിൻ എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലൊരു വുഡൻ തീമിൽ വലിയൊരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴന്നെ ഇവിടെ ഫോയറിലായിട്ട് സീലിംഗിൽ ഇതുപോലെ ഷോ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ലിവിംഗ് ഏരിയ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ 2 സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്റർ ആണ് കേട്ടോ. ഇനി അതിന് നടുക്കായിട്ട് ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിന് നടുക്ക് ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ വരുന്ന ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ 2 സോഫ സീറ്ററിന്റെയും ഇടയ്ക്കുള്ളത് ഈ കോർണറിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്.
ഇനി അവിടെ ദേ ഒരു വശത്തെ വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ടില്ലേ ആ ഒരു സിംഗിൾ വിൻഡോസ് ആണ് ഇട്ടാ. അതിലൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് വരുന്നത്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഫാബ്രിക്കിലാണ് ഇട്ടാ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ആ ഭാഗത്തെ ഒരു വശത്തെ വാളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു ലക്ഷറി ഗ്രീൻ ഷെയ്ഡിൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിനെ ഒന്നും കൂടി ലക്ഷറി ആക്കുന്ന തരത്തിൽ ഒരു ഗോൾഡൻ മെറ്റലൊക്കെ വരുന്നുണ്ട്. കൂടാതെ ആ ഭാഗത്ത് ഒരു വൈറ്റ് പാനലിംഗ് കൊടുത്തിട്ട് അതിലായിട്ടാണ് കേട്ടോ TV ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു വോളിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വുഡൻ ഫ്രെയിം കൊടുത്തിട്ട് അതിന് ഈ ഭാഗത്തായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ വരുന്നത്. ഒരു സിമെന്റ് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്തിന് നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു കോർണറിൽ കണ്ട ആ ഒരു സെയിം രീതിക്ക് തന്നെ വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗും എത്ര ഭംഗിയായിട്ടാണ് അറിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വശത്തായിട്ട് ഇതുപോലെ ജിപ്സം ബോർഡിലാണ് കേട്ടോ ഡിസൈനിങ് വരുന്നത്. മറുഭാഗത്തായിട്ട് വുഡൻ തീമിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ടോട്ടൽ 5 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. അതായത് കിഡ്സ് റൂമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടൽ 5 ആണ്. അതിന് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ അവിടുന്ന് നേരെ ആ ഒരു ഭാഗത്താണ്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ ഒരു വോളിലെ ഡിസൈനിങ് ഒന്ന് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണെന്നറിയോ ആ ഒരു വോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ വരുന്ന ആ ഒരു ഭാഗമല്ലേ അവിടെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ആർച്ച് ഡിസൈൻ കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു സിമെന്റ് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് പുറം ഭാഗത്തായിട്ട് നോക്കിയാൽ ഒരു യെല്ലോ ഷെയ്ഡിൽ പെയിന്റിങ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഗ്രീൻ കളറിൽ കണ്ടില്ലേ അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്ലൈവുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു ലൂവേഴ്സ് ഡിസൈൻ ആണ് കേട്ടോ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഭാഗത്തെ മറ്റ് പ്രത്യേകതയും നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഹാളൊക്കെ നോക്കല്ലേ. നമ്മൾ ലിവിംഗ് ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞില്ലേ. ഇനിയിപ്പല്ലേ നിങ്ങളുടെ കണ്ടു തള്ളുന്ന കാഴ്ചകൾ കണ്ടു പോകുന്നത്. നിങ്ങൾ വീട്ടിനുള്ളിൽ വെള്ളച്ചാട്ടം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. നമ്മളെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ സ്റ്റെയർ ഏരിയ വരുന്നത്. അതിനോട് ചേർന്നിട്ട് ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് ഏരിയയും വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്ന ഒരു ടേബിൾ തന്നെയാണ് കേട്ടോ ഇത്. ടേബിൾ ടോപ്പിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രിന്റഡ് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിലും ടേബിളിന് മാച്ച് ആവുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ല കുഷ്യൻ ടൈപ്പിൽ വരുന്ന ചെയേഴ്സ് ആണ് കേട്ടോ ഇത്. നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഈ ഒരു 2 വശത്തായിട്ട് കാണുന്ന വോളിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ സീലിംഗ് ആയാലും എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ മൊത്തത്തിൽ സ്പോക്ക് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ വന്നപ്പോ കിടില ലുക്കാണ് കേട്ടാ. അപ്പൊ ഈ കാണുന്ന ഡോർ നമ്മുടെ കിച്ചന്റെ ഡോറാണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാക്ക് വോളിലൊക്കെ ആയിട്ട് ഇറ്റാലിയൻ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ്. ഇവിടെ ബാക്ക് വോളിലായിട്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വാഷ് ബേസിന് വരികയാണെങ്കിൽ സിമ്പിൾ ആണ് എന്ന നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് കേട്ടോ വരുന്നത്. താഴ്ഭാഗത്ത് ഇതുപോലെ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ചെയ്തിട്ടുള്ളത്. എന്ത് ഭംഗിയാണെന്നറിയോ ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിട്ട്. ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ റൂഫ് വന്നിട്ട് GI പൈപ്പിൽ റെയിലിംഗ് കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ടിക്കാണ്. കൂടാതെ ആ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. നടുക്കായിട്ട് ഇതുപോലെ ജാലി കട്ടിംഗ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ 2 വശത്തെ വോളിലായിട്ടും ക്ലാഡിംഗ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ 2 വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഫാന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മെയിൻ ഹൈലൈറ്റിന്റെ ഭാഗത്തേക്ക് വന്നാൽ 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ആ ഒരു വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 വശത്തെ വോളിലായിട്ടും നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് നടുക്കാണ് കേട്ടോ നമ്മുടെ വാട്ടർഫോൾസ് വരുന്നത്. ഈ ഒരു സ്പേസിലായിട്ട് ഒത്തിരി നല്ല ഭംഗിയിൽ വരുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് 2 ബെഞ്ചും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഈ ഒരു സീനറി കണ്ടുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി വൈബായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോ നമുക്ക് കിച്ചൺ നോക്കിയാലോ. ഇവിടെ നമ്മുടെ ഈ ഹോളിൽ വലിയൊരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇനി ഇവിടുത്തെ കിച്ചന്റെ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഒരു നോർമൽ ഡിസൈനിൽ വരുന്ന ഡോറാണ്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ഗ്ലാസ് ഡിസൈനും വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കിച്ചൺ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇഷ്ടായില്ലാന്ന് ഒരാളും പറയില്ല കേട്ടോ. അത്രക്കും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു സി ടൈപ്പിൽ റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ റാക്കിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ റാക്കിന് മുകളിലത്തെ കബോർഡ്സിന്റെ ഇടയിൽ വരുന്ന ആ ഒരു ഭാഗത്തെ ടൈല് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാന്. റാക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിന്റെ അവിടെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്ത് വരുന്ന കബോർഡ്സ് ഒക്കെ മൊത്തത്തിൽ വൈറ്റ് കളറിലാണ് കേട്ടോ. നമ്മുടെ ഈ കിച്ചണിന് മൊത്തത്തിൽ ഒരു വൈറ്റിഷ് തീമിലാണ് വരുന്നത്. ആ ഒരു കബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്നും ആ ഒരു ഹാൻഡിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഒരു ഇത്തിരി സ്പേസ് പോലും ഒത്തിരി സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ കബോർഡ്സും ചെയ്തിട്ടുള്ളത്. ഈ ഒരു കബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അവിടുന്ന് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ചെയർ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ 2 ഹൈ ചെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ചെയർ പോലും ആ ഒരു വൈറ്റ് തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഈ ഒരു ഭാഗം തൊട്ടിട്ട് ആ ഒരു ഭാഗം വരെ എത്ര ഭംഗിയിലാണെന്നറിയോ ഇവിടെ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു കിച്ചണ് നമ്മൾ ഒത്തിരി ഭംഗിയാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ പങ്ക് വഹിക്കുന്നത് നമ്മുടെ കിച്ചന്റെ ആ ഒരു ഡിസൈനിങ് മാത്രമല്ല കേട്ടോ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസും, അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ജാർ ആയാലും അതിന്റെ ആ ഒരു സെറ്റിങ്സ് ആയാലും മെയിൻ്റെനൻസ് ആയാലും എല്ലാം നമ്മുടെ കിച്ചന്റെ ഭംഗിയിൽ എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ കിച്ചണിലായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം അതന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ കിച്ചണിലെ ആ ഒരു കബോർഡ് സെറ്റിങ്സ് ആയാലും കൂടാതെ അതിനുള്ളിൽ ഇരിക്കുന്ന ഓരോ ക്രോക്കറി ഐറ്റംസ് ആയാലും മറ്റ് ഐറ്റംസ് ഒക്കെ എത്ര ഭംഗിയിലാണെന്നറിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഐറ്റംസിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിൽ മൊത്തത്തിൽ ഇതുപോലെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലായിട്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റാക്കിലായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഗ്യാസ് സ്റ്റവിന് മുകളിലായിട്ട് തന്നെ അതിന്റെ ചിമ്മിണി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ വോളായിട്ട് നോക്കിയാലും നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ആ ഒരു നല്ല ഭംഗിയിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 വശത്തായിട്ട് നോക്കിയാലും വെന്റിലേഷന് വേണ്ടിയിട്ട് ഡബിൾ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സിങ്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ആ ഒരു സെറ്റിങ്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ കബോർഡ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അടുപ്പ് വരുന്നത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടാ. അടുപ്പിന്റെ താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഒക്കെ ഹൈഡ് ചെയ്യുന്ന രീതിക്ക് ഡോറും വന്നിട്ടുണ്ട്. അടുപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ മുകളിലായിട്ട് നമ്മുടെ അടുപ്പിന്റെ ചിമ്മിണിയും വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിലെ സീലിംഗിന്റെ ഡിസൈൻ കണ്ടില്ലല്ലോ. നോക്കി നിങ്ങൾ എത്ര ഭംഗിയിലാലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ക്വയർ ടൈപ്പിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈനിങ് വരുന്നത്. ഉള്ളിലായിട്ട് ഇതുപോലെ ഷോ ലൈറ്റ്സും കൂടാതെ നല്ല ഭംഗിയിൽ വരുന്ന 2 ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വന്നപ്പോൾ ലുക്ക് വേറെ ലെവലായേ. നമ്മുടെ കിച്ചണിലെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോർ റൂം വരുന്നുണ്ട് കേട്ടാ. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റോർ റൂം ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവെ കാണുന്ന വീടുകളിലൊക്കെ സ്റ്റോർ റൂം വരികയാണെങ്കിൽ ഒരു കുഞ്ഞു സ്പേസിലല്ലേ. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് വളരെ അധികം സ്പേസിലാണ് കേട്ടോ നമ്മുടെ സ്റ്റോർ റൂം ചെയ്തിട്ടുള്ളത്. വാഷിംഗ് മെഷീനും ഇവിടെ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്കായിട്ട് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഈവനിങ് ടൈം ഒക്കെ റിലാക്സ് ചെയ്ത് നല്ല കാറ്റ് കൊണ്ടിരിക്കാവുന്നൊക്കെ തരത്തില് ഒത്തിരി സ്പീഷ്യസ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഈ വർക്ക് ഏരിയയും ചെയ്തിട്ടുള്ളത്. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിങ്ക് വരുന്നുണ്ട്. അതിന് താഴ്ഭാഗത്ത് കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്തെ വോളിലായിട്ടൊരു വാട്ടർ പ്യൂരിഫയറും വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു ഗ്രിൽസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നമുക്കൊരു സിറ്റിംഗ് ഏരിയ കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നേരത്തെ ആ കിച്ചണിൽ കണ്ട ആ ഒരു കട്ടിംഗ് ആണ്.
നമുക്ക് ഇവിടുന്ന് കിച്ചണിലേക്ക് കാണാവുന്ന തരത്തിലാണ് കേട്ടോ ആ ഒരു കട്ടിങ് വന്നിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇതുപോലെ ഒരു ഷെൽഫും വരുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ട് തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റെഡിമെയ്ഡ് അലക്ക് കല്ല് കൂടി കാണാം. കുറെ നേരമായില്ലേ നമ്മൾ ഇവിടുത്തെ ഹോളും കിച്ചണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം പോയി നോക്കിയാലോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് അത് നോക്കല്ലേ, ഒത്തിരി മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ കാര്യം ഞാൻ എന്താ പറയാ, അത്രയും ലക്ഷറി ടൈപ്പിലാണ് കേട്ടോ കോട്ട് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു കുഷ്യൻ കവേർഡ് ആയിട്ടുള്ള കോട്ടാണ് കേട്ടാ. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സൈഡ് ടേബിളും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ കോട്ട് വരുന്നത്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിലോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് മൊത്തത്തിൽ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതാ ഒരു ഗോൾഡൻ പാനൽ വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വോളിലായിട്ട് തന്നെ രണ്ട് വശത്തായിട്ട് ഇതുപോലെ ഒരു ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു വോളിലാണ് കേട്ടോ AC ഫിക്സ് ചെയ്തിട്ടുള്ളത്. രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. ഈ ഒരു വശത്ത് നമ്മുടെ ആ വിൻഡോനോട് ചേർന്നിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ബാക്ക് വോളിലുള്ള ആ രണ്ട് സിംഗിൾ വിൻഡോസിലായാലും ഈ ഭാഗത്തുള്ള 3 ഡോർ വിൻഡോയിലായാലും റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കർട്ടൻസ്. ഈ റൂമിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഏതൊരാളെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുമാണ്. ഇനിയിപ്പോ നമുക്കിത് ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബാത്റൂം ആണ് കേട്ടോ ഇത്. കയറി വരുമ്പോഴേ നേരെ കാണുന്നത് ഒരു വാഷ് ബേസിനും മിററും ആണ്. കൂടാതെ ഫ്ലോറിലായിട്ട് നോക്കിയാൽ നമ്മുടെ ക്ലോസറ്റിന്റെയും ഷവർ ഏരിയന്റെയും ഭാഗത്ത് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു ബ്ലൂ കളർ ടൈലും മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ബേജ് കളറിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കിയാലോ. ഈ റൂം വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കോട്ടിന്റെ കാര്യം വന്നിട്ട് നോക്കുകയാണെങ്കിലും ഫുൾ ആയിട്ട് കുഷ്യൻ കവേർഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ് കേട്ടോ. നമ്മുടെ ഈ കോട്ട് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ടും റെഡിമെയ്ഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട്. നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു കോട്ടനാണ്. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് ഇതുപോലെ ഒരു ബോക്സ് ടൈപ്പിൽ ഒരു ഫ്രെയിം പോലെ വരുന്നുണ്ട്. കൂടാതെ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ. നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാൾഡ്രോബ് വരുന്നത്. ഈ റൂമിന് മാച്ച് ആവുന്ന കളർ തീമിൽ തന്നെയാണ് കേട്ടോ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബിന് ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സൈഡ് ടേബിൾ പോലെ ചെയ്തിട്ട് ഒത്തിരി ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂമിലെ സീലിംഗ് നമ്മൾ കണ്ടില്ലല്ലോ. സീലിംഗിലായിട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഒരു വശത്തായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ബാത്റൂമിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. പക്ഷെ ടൈലിന്റെ കളേഴ്സിലും കാര്യത്തിലൊക്കെ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഡോർ തുറന്ന് വരുമ്പോഴേ നമുക്ക് വാഷ് ബേസിനും മിററും കാണാം. കൂടാതെ ഷവർ ഏരിയയും ക്ലോസറ്റും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. അതിനായിട്ട് സ്റ്റെയർ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലിംഗ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഇതുപോലെ GI പൈപ്പ് റെയിലിംഗ് കൊടുത്തിട്ടാണ് കേട്ടാ. മറുവശത്തെ വോളിലായിട്ട് ഒരു വുഡിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ ആ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു ഡാർക്ക് കളറിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈനും വരുന്നുണ്ട്. നമ്മുടെ സ്റ്റെയർ ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഹാൻഡ് റെയിലിംഗ് ടോപ്പിലായിട്ട് വുഡും GI പൈപ്പും കൂടി കൂടിയിട്ടാണ് വരുന്നത്. ഇതിപ്പോ ഇവിടെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ഹോൾ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു പാസേജ് ഏരിയ വരുന്നുണ്ട്. ആ ഒരു പാസേജ് ഏരിയയിലെ സീലിംഗ് വന്നിട്ട് ഒരു സ്ലോപ്പ് റൂഫിലാണ് കേട്ടോ വരുന്നത്. ആ ഒരു ഭാഗത്ത് ടെക്സ്ചർ പെയിന്റും വുഡൻ തീമിലാണ് ഡിസൈനിങ് ഒക്കെ വരുന്നത്. കൂടാതെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ ഒരു ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ഇൻഡോർ പ്ലാന്റ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ഇരിക്കാനായിട്ട് 3 സീറ്റർ സോഫയാണ് വരുന്നത്. ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ. നടുക്കായിട്ട് തന്നെ ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് അതിന് നടുക്ക് നല്ല ഡിസൈനിലൊക്കെ വരുന്ന ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് കാണാൻ കഴിയൂട്ടാ. ഇവിടുന്ന് താഴേക്കുള്ള ആ ഒരു വ്യൂ നോക്കിക്കേ, എന്ത് ഭംഗിയാണെന്നറിയോ ആ ഒരു സ്പേസ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ GI പൈപ്പ് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്പോക്ക് ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിതാ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ലിവിംഗ് സ്പേസ് ഒക്കെ കണ്ടില്ലേ? ഇനിയിപ്പോ നമ്മൾ താഴെ കണ്ടപ്പോൾ തന്നെ സെയിം ഡിസൈനിലും സെയിം സ്പേസിലും ആയിട്ടാണ് കേട്ടോ ഇവിടെ 2 ബെഡ്റൂം വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ താഴത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ബെഡ്റൂം അല്ലെ, 4 ബെഡ്റൂമും ഒരു കിഡ്സ് റൂമും ആണ്. ഇനി നമ്മൾ താഴെ കണ്ടപ്പോൾ തന്നെ മുകളിലും ഈ ഭാഗത്തെ വോളിലായിട്ട് ഇതാ ഈ സെയിം ഡിസൈനിനാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇതും. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടും ഒരു കുഷൻ ടൈപ്പിൽ വരുന്ന ഒരു കോട്ടൺ ആണ്. കോട്ടിന് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ബോർഡ് വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. അതിന്റെ ഒരു ഭാഗത്തായിട്ട് തന്നെ സൈഡിൽ ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബാക്ക് വോളിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഇതുപോലെ ടെക്സ്ചർ പെയിന്റും കൂടാതെ ഒരു വശത്തായി AC ഇരിക്കുന്ന ഒരു ഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബ്ലൂ ഷെയ്ഡിൽ പെയിന്റിങ്ങും കൊടുത്തിട്ടുണ്ട്. 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ കണ്ട പോലെ തന്നെ ഒരു യെല്ലോ ആൻഡ് ഗ്രേ ഷെയ്ഡിൽ സ്ലൈഡിംഗ് ഡോർ വരുന്ന വാൾഡ്രോബ് ആണ്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാൽ കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല കേട്ടാ. ഇതുപോലെ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലായിട്ടും ഇതേ ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂം നോക്കുകയാണെങ്കിലും നമ്മൾ താഴെ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിലും സൈസിലൊക്കെ വരുന്ന ബാത്റൂം തന്നെയാണ്. ഇനി ഇതേ നമ്മൾ 4ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കളർ കോമ്പിനേഷൻ ഒരു എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ബാക്ക് വോൾ ഒന്ന് നോക്കിയേ, കുഷൻ ടൈപ്പിലാണ് കേട്ടോ ഹെഡ് റെസ്റ്റ് വന്നിട്ടുള്ളത്. ഹെഡ് റെസ്റ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ 2 വശത്തായിട്ടും ഒരു മിനി സീറ്റർ വരുന്നുണ്ട്. ഒരു സോഫ സീറ്റർ പോലൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ നമ്മൾ ആ ഒരു ബാക്ക് വോളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലും അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. ഒരു വശത്തായിട്ട് നോക്കിയാൽ ഇതാ ഇതുപോലെ ഒരു ലൂവേഴ്സ് ഡിസൈൻ ആണ് വരുന്നത്. ഒരു വശത്തായിട്ട് പെയിന്റിങ് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന തരത്തിൽ ഒരു ഗോൾഡൻ മെറ്റൽസും വരുന്നുണ്ട്. ആ ബാക്ക് വോളിലായിട്ട് 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്തായിട്ട് വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു വോളിനൊക്കെ മാച്ച് ആവുന്ന ആ ഒരു കറക്റ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വാൾഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് മിറർ വരുന്നത്. മിററിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ആയാലും വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ സീലിംഗ് ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിലും നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തൊന്നും പറയുന്നില്ല കേട്ടാ. ഇനി നമ്മുടെ ഈ വീട്ടിലെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ കിഡ്സ് റൂം. നമ്മളൊരു വീട് വെക്കുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അവർക്ക് ഒത്തിരി സന്തോഷമുള്ളതല്ലേ. ഈ ഒരു റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന വോളിലായിട്ട് ഒരു സ്കൈ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് തന്നെ ഒരു വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ അവിടെ താഴ്ഭാഗത്തായിട്ട് വൈറ്റ് ലൂവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഭാഗത്ത് താഴ്ഭാഗത്തായിട്ടും വൈറ്റ് ലൂവേഴ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇവിടെ ദാ ഒരു സീറ്റർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്ന രീതിക്ക് ഇവിടെ ഗ്ലാസ് വിൻഡോയാണ് കേട്ടോ വരുന്നത്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിലായിട്ട് നോക്കിയാലും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് വൈറ്റ് ലൂവേഴ്സ് ആണ് വരുന്നത്. ആ ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. വിൻഡോനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു വൈറ്റ് പാനലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് തന്നെ ഒരു ഷെൽഫ് കൂടി അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഒരു വൈറ്റ് ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഫൈനലി നമ്മൾ ഇതാ ബാൽക്കണി നോക്കുകയാണേ. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഒത്തിരി സ്പേസിൽ നല്ല സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബാൽക്കണിയാണ് കേട്ടോ ഇത്.
നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇതാ ഇവിടെ ഒക്കെ ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കിന് ഭംഗി കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ഈ ബാൽക്കണിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എൻഡിലൊക്കെ ആയിട്ട് ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ കൂടാതെ ഈ ഷോവാള് നോക്കിയാൽ നമ്മൾ താഴൊക്കെ കണ്ടില്ലേ, ആ ഒരു സെയിം ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ 2 വോൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ടൈപ്പിലാണ് കേട്ടോ സീലിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ. ഈ വീട് എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നമ്മുടെ ചാനലിൽ ഈ വീഡിയോയും കൂടാതെ ഒത്തിരി ലോ ബഡ്ജറ്റ് ഹോമിന്റെ ഒക്കെ വീഡിയോസ് ഉണ്ട് കേട്ടാ. എല്ലാവരും ഒന്ന് കയറി നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.